Good morning students, welcome to this video. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ സെന്റർ ടാപ്പ് റെക്ടിഫയർ ആണ് പഠിച്ചത്. അതിന്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. സെന്റർ ടാപ്പ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ട്രാൻസ്ഫോമറിൽ നമ്മള് സെക്കൻഡറി വൈൻഡിങ്ങിൽ നിന്ന് വോൾട്ടേജ് എടുക്കാൻ വേണ്ടി സാധാരണഗതിയിൽ രണ്ട് വയർ കാണും. സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറിൽ മിഡിൽ പോർഷനിൽ അഡീഷണൽ ആയിട്ട് ഒരു തേർഡ് വയറോടെ കാണും, മൂന്നാമതൊരു വയറോടെ കാണും. അങ്ങനെ ഇവിടെ ഈ സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ നമുക്ക് സെക്കൻഡറിയിൽ അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ് എടുക്കാൻ വേണ്ടി മൂന്ന് വയറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഓക്കെ, നമുക്ക് കിട്ടുന്ന AC 230 വോൾട്ട് ആണ്. അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് വേണ്ട DC വോൾട്ടേജ് ആയ 5, 10, 20 ഒക്കെ ആക്കാൻ വേണ്ടി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ സെക്കൻഡറിയിൽ നിന്ന് ലഭ്യമായ വോൾട്ടേജ് എടുക്കാൻ വേണ്ടി മൂന്ന് വയറുകളുണ്ട്. അതിൽ ഒരു വയർ ഡയോഡ് D1 കണക്ട് ചെയ്യും, അടുത്ത വയർ D2 ആയിട്ട് കണക്ട് ചെയ്യും, സെന്റർ ടാപ്പ് അതായത് നടുക്കുള്ള വയർ ലോഡ് റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഇനി ഡയോഡ് D1 D2 കാഥോഡ് ലോഡ് റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തപ്പോണ്ട്. ഡയോഡ് D1 D2 കാഥോഡ് ലോഡ് റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തപ്പോണ്ട്. ഓക്കെ, D1 D2 കാഥോഡ് ലോഡ് റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തപ്പോണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയുള്ള കണക്ഷൻ. ഇനി നമുക്ക് വർക്കിംഗ് നോക്കാം. ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ AC സിഗ്നൽ ആണ്. അതിൽ പോസിറ്റീവ് ഹാഫും ഉണ്ട്, നെഗറ്റീവ് ഹാഫും ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് സിഗ്നൽ, the polarity of voltage across secondary winding of transformer is shown in the figure. അതായത് ഈ ഇൻപുട്ട് സിഗ്നൽ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി വൈൻഡിങ്ങിൽ വരുന്ന വോൾട്ടേജിന്റെ പൊളാരിറ്റി ആ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇൻപുട്ട് സിഗ്നലിന്റെ ഏത് ഹാഫ് സൈക്കിളിൽ? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി വൈൻഡിങ്ങിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജിന്റെ പൊളാരിറ്റി ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നുണ്ട്. അതായത് ഈ ടോപ്പ് പോർഷനിൽ മുകൾ ഭാഗത്ത് പോസിറ്റീവും ബോട്ടം പോർഷനിൽ താഴത്തെ ഭാഗത്ത് നെഗറ്റീവും വരും. ഓക്കെ, അപ്പോൾ പൊളാരിറ്റി ഇങ്ങനെയാണ് വരുന്നത്. ടോപ്പ് പോർഷനിൽ അതായത് മുകൾ ഭാഗത്ത് പോസിറ്റീവും ബോട്ടം പോർഷനിൽ അതായത് താഴ്ഭാഗത്ത് നെഗറ്റീവും വരും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പോസിറ്റീവ് ആണ്, ഇവിടെ വന്നിരിക്കുന്നത് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വോൾട്ടേജിന്റെ പൊളാരിറ്റി എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഒരു ബാറ്ററി വോൾട്ടേജ് പോലെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് പൊളാരിറ്റി ഡയോഡ് D1 P ടൈപ്പുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ പോസിറ്റീവ് പൊളാരിറ്റി ഡയോഡ് D1 P ടൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെഗറ്റീവ് ഡയോഡ് D2 P ടൈപ്പുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പോസിറ്റീവ് പൊളാരിറ്റി ഡയോഡ് D1 P ടൈപ്പുമായിട്ട് കണക്ട് ചെയ്തപ്പോണ്ട്, നെഗറ്റീവ് പൊളാരിറ്റി ഡയോഡ് D2 P ടൈപ്പുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഒന്നുകൂടെ പറയാമോ? പോസിറ്റീവ് പൊളാരിറ്റി ഡയോഡ് D1 P ടൈപ്പുമായിട്ടും ഈ നെഗറ്റീവ് പൊളാരിറ്റി ഡയോഡ് D2 P ടൈപ്പുമായിട്ടും കണക്ട് ചെയ്യും. അതുമൂലം നമുക്കറിയാം P ടൈപ്പിൽ പോസിറ്റീവ് വന്നാൽ അത് ഫോർവേഡ് ബയസ്ഡ് ആകും, P ടൈപ്പിൽ നെഗറ്റീവ് വന്നാൽ അത് റിവേഴ്സ് ബയസ്ഡ് ആകും. ഓക്കെ, പോസിറ്റീവ് വോൾട്ടേജ് P ടൈപ്പുമായിട്ട് കണക്ട് ചെയ്താൽ അത് ഫോർവേഡ് ബയസ്ഡ് ആകും. നെഗറ്റീവ് വോൾട്ടേജ് P ടൈപ്പുമായിട്ട് കണക്ട് ചെയ്താൽ ഡയോഡിന്റെ P ടൈപ്പുമായിട്ട് കണക്ട് ചെയ്താൽ അത് റിവേഴ്സ് ബയസ്ഡ് ആകും. അപ്പോൾ D1 ഫോർവേഡ് ബയസ്ഡ്,
D2 reverse biased. ഇപ്പോൾ D1 ഫോർവേഡ് ബയസ്ഡ് ആയി, D2 റിവേഴ്സ് ബയസ്ഡ് ആയി. കാര്യം പോസിറ്റീവ് വോൾട്ടേജ് D1ന്റെ പി ടൈപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നു, നെഗറ്റീവ് D2വിന്റെ ഡയോഡ് D2വിന്റെ പി ടൈപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പോസിറ്റീവ് വോൾട്ടേജ് പി ടൈപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന D1 ഫോർവേഡ് ബയസ്ഡ് ആവും, നെഗറ്റീവ് പി ടൈപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡയോഡ് D2 റിവേഴ്സ് ബയസ്ഡ് ആവും. അപ്പോൾ D1 കണ്ടക്ട് ചെയ്യും, D2 കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, D2 കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പോൾ D1 കണ്ടക്ട് ചെയ്യുന്നു, D2 കണ്ടക്ട് ചെയ്യുന്നില്ല. കാരണം D2 റിവേഴ്സ് ബയസ്ഡ് ആയി, D1 ഫോർവേഡ് ബയസ്ഡ് ആയി. അപ്പോൾ D1 കണ്ടക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ക്ലോസ്ഡ് സ്വിച്ചിനെ പോലെ വർക്ക് ചെയ്യും. ഡയോഡ് കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് സ്വിച്ചിനെ പോലെ വർക്ക് ചെയ്യും. D2 കണ്ടക്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പൺ സ്വിച്ചിനെ പോലെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ D1 കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ D1 കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് കറണ്ട് ഫ്ലോ സംഭവിക്കുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. കറണ്ട് ഫ്ലോ സംഭവിക്കുന്നത്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഡയോഡ് D1 വഴി ഫ്ലോ ചെയ്യും. ഈ ട്രാൻസ്ഫോമറിന്റെ അപ്പർ പാർട്ട് വഴി മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. കറണ്ട് D2 വഴി ഫ്ലോ ചെയ്യത്തില്ല, കാരണം അത് കണ്ടക്ട് ചെയ്യത്തില്ല. അതുപോലെ ട്രാൻസ്ഫോമറിന്റെ ലോവർ പാർട്ടിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഡയോഡ് D1 വഴിയും ട്രാൻസ്ഫോമറിന്റെ അപ്പർ പാർട്ട് വഴിയുമാണ്. ഓക്കെ, D2 വഴി കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല, കാരണം അത് കണ്ടക്ട് ചെയ്യുന്നില്ല. ട്രാൻസ്ഫോമറിന്റെ ലോവർ പാർട്ട് വഴിയും കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിള് കണ്ടക്ട് ചെയ്യുന്ന ഡയോഡ് D1 വഴി ലോഡ് റെസിസ്റ്ററിലെത്തും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിള് D1 വഴി കണ്ടക്ട് ചെയ്യുന്ന D1 വഴി ലോഡ് റെസിസ്റ്ററിലെത്തും. ലോഡ് റെസിസ്റ്ററിലാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിള് കണ്ടക്ട് ചെയ്യുന്ന D1 വഴി ലോഡ് റെസിസ്റ്ററിലെത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ലോഡ് റെസിസ്റ്ററിനെ അക്രോസ് ആയിട്ടാണ്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിള് ഡയോഡ് D1 വഴി ലോഡ് റെസിസ്റ്ററിലെത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെ പോസിറ്റീവ് ഹാഫ് D1 വഴി ഈ ലോഡ് റെസിസ്റ്ററിലെത്തി. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പൊളാരിറ്റി ഇങ്ങനെയാണ്. മുകളിൽ പ്ലസ് വരും, താഴെ നെഗറ്റീവ് വരും. അപ്പോൾ പ്ലസ് D1ന്റെ പി ടൈപ്പുമായിട്ട് കണക്ട് ചെയ്യും, മൈനസ് D2ന്റെ പി ടൈപ്പുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് D1 ഫോർവേഡ് ബയസ്ഡ് ആവും, D2 റിവേഴ്സ് ബയസ്ഡ് ആവും. D1 കണ്ടക്ട് ചെയ്യും, D2 കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ കറണ്ട് D1 വഴിയും ട്രാൻസ്ഫോമറിന്റെ അപ്പർ വൈൻഡിങ്ങിലൂടെയും ഈ ലോഡ് റെസിസ്റ്ററിലൂടെയും കറണ്ട് ഒഴുകും. കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് ഒഴുകുന്നത്. ഡയോഡിൽ നിന്ന് ലോഡ് റെസിസ്റ്റർ വന്ന് ലോഡ് റെസിസ്റ്ററിലൂടെ കടന്ന് ട്രാൻസ്ഫോമറിന്റെ അപ്പർ ഹാഫ് വഴി വീണ്ടും ഡയോഡിലെത്തി, വീണ്ടും ലോഡ് റെസിസ്റ്റർ വഴി അപ്പർ ഹാഫിലൂടെ വീണ്ടും ഡയോഡ് വഴി ഇങ്ങനെയാണ് ഒഴുകുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിള് കണ്ടക്ട് ചെയ്യുന്ന ഡയോഡ് വഴി ഇപ്പുറത്തെത്തി അവസാനം ലോഡ് റെസിസ്റ്ററിലെത്തും. അങ്ങനെ പോസിറ്റീവ് ഹാഫ് ലോഡ് റെസിസ്റ്ററിലെത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. ഓക്കെ, ഇതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ വർക്കിംഗ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പൊളാരിറ്റി ഇങ്ങനെയാണ്. മുകൾ ഭാഗത്ത് പ്ലസ്, താഴ്ഭാഗത്ത് മൈനസ്. അപ്പോൾ ഈ പ്ലസ് D1ന്റെ പി ടൈപ്പുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ D1 കണ്ടക്ട് ചെയ്യും, മൈനസ് D2ന്റെ
പി ടൈപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് D2 കണ്ടക്ട് ചെയ്യത്തില്ല, അത് റിവേഴ്സ് ബയസ്ഡ് ആവും. D1 ഫോർവേഡ് ബയസ്ഡ് ആവും. D1 കണ്ടക്ട് ചെയ്യും, D2 കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ കറണ്ട് D1 വഴിയും ലോഡ് റെസിസ്റ്റർ വഴിയും ട്രാൻസ്ഫോമറിന്റെ അപ്പർ ഹാഫ് വഴി ഫ്ലോ ചെയ്യും, ഈ ഡയറക്ഷനിൽ, ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അങ്ങനെ പോസിറ്റീവ് ഹാഫ് സൈക്കിള് D1 വഴി ലോഡ് റെസിസ്റ്ററിലെത്തും. നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് കിട്ടും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് കിട്ടും. ഈ സമയം D2 കണ്ടക്ട് ചെയ്യത്തില്ല, D2 വഴി കറണ്ട് ഫ്ലോ ഇല്ല. ട്രാൻസ്ഫോമറിന്റെ ലോവർ പാർട്ട് വഴിയും കറണ്ട് ഫ്ലോ ഇല്ല. ഓക്കെ, കാരണം D2 റിവേഴ്സ് ബയസ്ഡ് ആണ്. കാരണം എന്താണ്? പൊളാരിറ്റി, അതായത് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ വരുന്ന പൊളാരിറ്റി താഴെ മൈനസും മുകളിൽ പ്ലസുമാണ്. ഈ മൈനസ് D2വിന്റെ ആനോഡുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് റിവേഴ്സ് ബയസ്ഡ് ആവും, കണ്ടക്ട് ചെയ്യത്തില്ല. പ്ലസ് D1ന്റെ ആനോഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്, അത് കണ്ടക്ട് ചെയ്യും, അത് ഓൺ ആവും, അത് കറണ്ടിനെ കടത്തിവിടും. കറണ്ട് D1 വഴിയും ലോഡ് റെസിസ്റ്റർ വഴിയും ട്രാൻസ്ഫോമറിന്റെ അപ്പർ ഹാഫ് വഴി ഫ്ലോ ചെയ്യും. അങ്ങനെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ D1 വഴി ലോഡ് റെസിസ്റ്ററിലെത്തും. അങ്ങനെ പോസിറ്റീവ് ഹാഫ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ during negative half cycle നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്കറിയാം പൊളാരിറ്റി തിരിഞ്ഞു വരും. പൊളാരിറ്റി തിരിഞ്ഞു വരും. ഓക്കെ, അപ്പർ പാർട്ടിൽ മൈനസ്, ലോവർ പാർട്ടിൽ പോസിറ്റീവ്. അപ്പോൾ പൊളാരിറ്റി തിരിഞ്ഞു വരും. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പൊളാരിറ്റി റിവേഴ്സ് ചെയ്തു. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജിന്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്തു, തിരിഞ്ഞു വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, മുകൾ ഭാഗത്ത് മൈനസ് വന്നു, താഴ്ഭാഗത്ത് പ്ലസ് വന്നു. ഓക്കെ, ഇപ്പോൾ മൈനസ് കണക്ട് ചെയ്തിരിക്കുന്നത് ഡയോഡ് D1ന്റെ പിയുമായിട്ടാണ്. പ്ലസ് കണക്ട് ചെയ്തിരിക്കുന്നത് D2വിന്റെ പിയുമായിട്ടാണ്, പി ടൈപ്പുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് കണക്ട് ചെയ്തിരിക്കുന്നത് D1ന്റെ പി ടൈപ്പുമായിട്ടും പ്ലസ് കണക്ട് ചെയ്തിരിക്കുന്നത് D2വിന്റെ പി ടൈപ്പുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതാണ് ഇൻപുട്ട് സിഗ്നലിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ വരുന്ന വോൾട്ടേജിന്റെ പൊളാരിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. മുകളിൽ മൈനസ് വരും, താഴെ പ്ലസ് വരും. അപ്പോൾ മൈനസ് D1ന്റെ പി ടൈപ്പുമായിട്ടും, അതായത് ആനോഡുമായിട്ടും, പോസിറ്റീവ് D2വിന്റെ പി ടൈപ്പുമായിട്ട്, അതായത് ആനോഡുമായിട്ടും കണക്ട് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് പി ടൈപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് D2 കണ്ടക്ട് ചെയ്യും, അതായത് D2 ഫോർവേഡ് ബയസ്ഡ് ആവും. D2 is forward biased and D1 is reverse biased. D1 is reverse biased. Okay, അപ്പോൾ D1 റിവേഴ്സ് ബയസ്ഡ് ആയി. D2 ഫോർവേഡ് ബയസ്ഡ് ആയി. D2 കണ്ടക്ട്സ്, D1 കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ D2 ഫോർവേഡ് ബയസ്ഡ് ആയി, D2 കണ്ടക്ട് ചെയ്യും.
D1 റിവേഴ്സ് ബയസ്ഡ് ആയി D1 കണ്ടക്ട് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ D2 ഫോർവേഡ് ബയസ്ഡ് ആയി D2 കണ്ടക്ട് ചെയ്യും. D1 റിവേഴ്സ് ബയസ്ഡ് ആയി D1 കണ്ടക്ട് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ D2 ഓൺ ആയി D1 ഓഫ് ആയി. Now D2 is on, D1 is off. D2 കണ്ടക്ട് ചെയ്യും, D1 കണ്ടക്ട് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി കറണ്ട് ഫ്ലോ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ട്രാൻസ്ഫോമറിന്റെ ലോവർ പാർട്ട് വഴിയും ഡയോഡ് D2 വഴിയും ഈ ലോഡ് റെസിസ്റ്റർ വഴിയും ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, കറണ്ട് ഫ്ലോസ് ത്രൂ diode D2, lower part of transformer and load resistor. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയോഡ് D2 വഴി ഫ്ലോ ചെയ്യും, ലോഡ് റെസിസ്റ്റർ വഴി പോയി, ലോഡ് റെസിസ്റ്റർ വഴി ഫ്ലോ ചെയ്യും, ട്രാൻസ്ഫോമറിന്റെ ലോവർ പാർട്ട് വഴിയും ഫ്ലോ ചെയ്യും. പക്ഷെ കറണ്ട് D1 വഴിയും ട്രാൻസ്ഫോമറിന്റെ അപ്പർ പാർട്ട് വഴി ഫ്ലോ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഡയോഡ് D2 കൂടെ ഫ്ലോ ചെയ്യും, ലോഡ് റെസിസ്റ്റർ വഴി ഫ്ലോ ചെയ്യും, ട്രാൻസ്ഫോമറിന്റെ ലോവർ പാർട്ട് വഴി ഫ്ലോ ചെയ്യും. ഓക്കെ, പക്ഷെ കറണ്ട് D1 വഴി ഫ്ലോ ചെയ്യത്തില്ല, അതേപോലെ ട്രാൻസ്ഫോമറിന്റെ അപ്പർ പാർട്ട് വഴിയും ഫ്ലോ ചെയ്യത്തില്ല. ഓക്കെ.